ഹലോ ഗെയ്സ്, അപ്പം നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നറൂട്ടോ ക്ലാസിക്കിൻ്റെ എപ്പിസോഡ് 2ഉം 3 ആണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ എപ്പിസോഡ് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് 2ഉം 3ഉം കൂടെ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ 2ഉം 3ഉം കൂടെ ഉള്ള ഈ ഒരു വീഡിയോ കാണുക, ലൈക്ക് അടിക്കുക. അപ്പോൾ നമുക്ക് എപ്പിസോഡ് കിട്ടുക. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നറൂട്ടോ ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ അടുത്ത് പോയതിനു ശേഷം ഫോട്ടോ എടുക്കുകയാണ്. അതായത് ആ നിഞ്ച അക്കാഡമി രജിസ്റ്റർ ചെയ്യാൻ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവന് ഗ്രാജുവേറ്റ് ചെയ്യുന്നുണ്ട്. അവനാണെങ്കിൽ നിഞ്ചകളുടെയൊക്കെ പോലെ കോമാളി വേഷമൊക്കെ ധരിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഹൊക്കാഗയുടെ അടുത്ത് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അന്വേഷണം പറയുന്നുണ്ട്, മോനെ നിനക്ക് ഫോട്ടോ എടുക്കാൻ അറിയാവുന്ന വിവരമുള്ള താഴത്തെങ്കിലാണ് പോയത്. അതെ, ഞാൻ നല്ല വിവരമുള്ളതായിട്ടാണ് പോയത്. എന്നിട്ട് ഈ ഫോട്ടോ നീ എന്താ ചെയ്ത് വെച്ചിരുന്നത്? ഈ ഫോട്ടോ ഒന്നും ഈ ഇതിനകത്ത് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നുണ്ട്. നമ്മൾ പോയി നല്ലൊരു ഫോട്ടോ എടുത്തുകൊണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഈ ഫോട്ടോയ്ക്ക് എന്താ ഇത്ര കുഴപ്പം എന്ന് ചോദിച്ചതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ഐക്കോണ്ടായിട്ട് വരികയായിരുന്നു. ശേഷം നമ്മുടെ നറൂട്ടോയ്ക്ക് ദേഷ്യം വന്നിട്ട് സെക്സി ജ്യൂസ് എന്ന് പറഞ്ഞ ഒരു പെണ്ണായി മാറുന്നുണ്ട്. ഇത് കണ്ടതിന് നമ്മുടെ ഹൊക്കാഗയുടെ മൂക്കിൽ നിന്നൊക്കെ ചോര വന്ന് അവിടെ അങ്ങ് വീഴുവാണ്. അപ്പം നമ്മളെ തേർഡ് ഹൊക്കാഗ എന്ന് പറയുന്നുണ്ട്, നിൻ്റെ ഈ ജിപ്സ് നീ മാറുക, നീ എന്നെ തന്നെ ഇട്ട് പണിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം തന്നെ അങ്ങോട്ടേക്ക് കൊച്ചിറക്കം കയറി ചെയ്യുന്നുണ്ട്. കുട്ടിക്കുരിപ്പ്, ഈ ഒരു കുട്ടിക്കുരിപ്പാണെങ്കിൽ അങ്ങോട്ട് കയറി വന്നതിന് ശേഷം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നതിന് ശേഷം ഒരു കാരണമില്ലാതെ അടിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് തെന്നിയടിച്ച് വീഴും. അതിനുശേഷം ഹൊക്കാഗെ ആണെങ്കിൽ തൻ്റെ തുപ്പിയെടുത്ത് താത്തിക്ക് വെച്ച് കഴിഞ്ഞ ശേഷം അപ്പോൾ അവൻ്റെ സെൻസെ അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. സെൻസെ ഒന്ന് നറൂട്ടോ കണ്ടതിന് ശേഷം ഇതാ നൈൻടൈൽ അടക്കി വെച്ചിരിക്കുന്ന ആൾ കൊച്ചിറക്കനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം തന്നെ ആ കുട്ടിക്കുരിപ്പാണെങ്കിൽ വീണ്ടും എണിച്ചതിന് ശേഷം നീ എല്ലാവരും എന്നെ തെല്ലിട്ടെന്ന് ചോദിച്ച് നമ്മുടെ നറൂട്ടോയുടെ ഏർക്ക് വരികയാണ് വീണ്ടും. അപ്പോൾ അവിടെ നിന്ന് എണീച്ചതിന് ശേഷം നോക്കുകയാണ്, നറൂട്ടോയുടെ ഞങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ കുട്ടിക്കുരിപ്പ്. നീ എന്നെ തെള്ളിവിട്ടത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ 2 എണ്ണം കൂടെ അവിടെ വരക്കൂടെ, ഞാൻ തെള്ളിവിട്ടിട്ടില്ല, ആ കുട്ടിക്കുരിപ്പ് എൻ്റെ ഒന്ന് ഇടി കിട്ടിയാൽ നീ പിന്നെ ഇവിടെ കിടന്ന് പെടയുമെന്ന് പറയുന്നുണ്ട്. അവിടെ നിന്ന് ഭീഷണിപ്പെടുത്താണ്. ഇതൊക്കെ കണ്ടതിന് ശേഷം നമ്മുടെ സെൻസേ പറയാന്ന് ഹൊക്കാഗെ അവനെ ഒന്ന് പിടിച്ച് മാറ്റുമെന്ന് പറയുന്നുണ്ട്. മനുഷ്യൻ പറയാണ് അവനെ പിടിച്ചെടുത്താണ്. അതിനുശേഷം അവനെ മുതുകത്തിട്ട് ഒരെണ്ണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഭീഷണി മാത്രമല്ല, ഒരെണ്ണം കൊടുത്ത് അവിടെ തറയിടുന്നുണ്ട്. അത് കണ്ടതിന് ശേഷം നമ്മുടെ ആ സെൻസയ്ക്കാണെങ്കിൽ പേടി വരുവാണ്. പക്ഷേ ഹൊക്കാഗെ ഇതൊന്നും കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതിനുശേഷം അവിടുന്ന് പോവുകയാണ്. അതിനുശേഷം നറൂട്ടോ അവിടുന്ന് ഇറങ്ങി പെതുക്കനെ അങ്ങ് പോവുകയാണ് കൂളായിട്ട് നടന്ന്. സെൻസയ്ക്ക് ഭയങ്കര പേടിയാണ്. അവനെവിടെ പോയി, ആ കുട്ടിക്കുരിപ്പ് എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം തന്നെ പറയാന് അവൻ നറൂട്ടോടൊപ്പം പോയിട്ടുണ്ടെന്ന് ഹൊക്കാഗെ പറയുന്നുണ്ട്. തേർഡ് ഹൊക്കാഗെ പറയുന്നു. തേർഡ് ഹൊക്കാഗെ അവിടോട്ട് നോക്കി വയ്ക്കുന്നുണ്ട്. അപ്പം തന്നെ കുട്ടിക്കുരിപ്പാണെങ്കിൽ നമ്മുടെ നറൂട്ടോയെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം തന്നെ നമ്മുടെ നറൂട്ടോ പറയുന്നുണ്ട്, നീ ഒളിച്ചിരിക്കുന്നതൊക്കെ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവനെ കൈയോടെ പൊക്കുന്നുണ്ട്. നീ എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ജിപ്സ് എനിക്കും കൂടെ കാണിച്ചാന്ന് പറയുന്നുണ്ട്. ആ ഹൊക്കാഗയുടെ മുമ്പിൽ കാണിച്ച ആ ജിപ്സ്. അപ്പം നമ്മൾ അവന് 2 പേരും കൂടെ ഒരു ഫ്രണ്ട്സിനെ പോലെ അവിടെ കുറച്ച് നേരമൊക്കെ വേണ്ടിയും പറഞ്ഞങ്ങ് നടക്കുകയാണ്. ആ ജിപ്സ് എനിക്കും കൂടെ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച് നിൻ്റെ ക്ലാസ് തുടങ്ങി. ആ പെണ്ണിനെ പോലെ നീ മാറാൻ ശ്രമിക്കാൻ പറയുകയാണ്. അങ്ങനെ പെണ്ണിനെ പോലെ ആകാൻ ശ്രമിച്ച കുട്ടിക്കുരിപ്പാണെങ്കിൽ തടിച്ച് പെണ്ണായി മാറുകയാണ്. അങ്ങനെ ആ പെണ്ണും പോലെ നടി കിട്ടുകയാണ് നമ്മുടെ നറൂട്ടോയ്ക്ക്. അങ്ങനെ കാണുന്നവരുടെ എല്ലാവരുടെ രൂപ വായിച്ച് ഇങ്ങനെ കുറേ അധികം ഫൂളായതിനു ശേഷം ഇവന് വീണ്ടും വീണ്ടും അടിയിട്ടുന്നത് നറൂട്ടോയ്ക്ക്. അവർക്ക് എന്തൊക്കെ അടിക്കുന്ന കാരണം ഞാൻ ഹൊക്കാഗയുടെ കൊച്ചുമോനാന്ന് പറയുന്നുണ്ട്. ഹൊക്കാഗയുടെ കൊച്ചുമോനോ എന്ന് പറയുകയാണ് നറൂട്ടോ. നല്ലതാ, ഞാൻ ഹൊക്കാഗയുടെ കൊച്ചുമോനാണ്, പക്ഷേ എനിക്ക് ആരും ബഹുമാനം തരുന്നില്ല. എനിക്കൊരു പേരുണ്ട്, നല്ലൊരു പേരുണ്ട്, പക്ഷേ എന്നെ എല്ലാവരും ഹൊക്കാഗയുടെ മരുമോൻ എന്ന് പറഞ്ഞ് എന്നെ പങ്കരമായിട്ടങ്ങ് ഇറിറ്റേറ്റ് ചെയ്യുക. എനിക്ക് അതുകൊണ്ട് ഹൊക്കാഗെയാണ് വലുതാകുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഇനി വലുതാകുമ്പോൾ ഹൊക്കാഗെ എൻ്റെ മാവിനെക്കാട്ടി വലുതാവും. എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നുണ്ട്. കൂട്ടുകാർ പോലെ എനിക്ക് റെസ്പെക്റ്റ് മാത്രമാണ് തരുന്നത്. ആരും എൻ്റെ കൂടെ കളിക്കാനൊന്നും വരത്തില്ല ഹൊക്കാഗയുടെ മോനാന്ന് പറഞ്ഞ്. ആരും എൻ്റെ കൂടെ നിങ്ങളെപ്പോലെ ഫൈറ്റിനോ പ്രാക്ടീസിനോ ഒന്നും വരത്തില്ല, എന്നാൽ ഹൊക്കാഗയുടെ മോനാന്ന് പറഞ്ഞ്. എനിക്കതുകൊണ്ട് ഇനി അടുത്ത് ഹൊക്കാഗെ കാണാം. അപ്പം നറൂട്ടോ വന്നിട്ട് നീയാ ഞാനാണ് അടുത്ത ഹൊക്കാഗെ എന്ന് പറയുകയാണ് നമ്മുടെ നറൂട്ടോ. അതിനുശേഷം നമ്മളുടെ തേർഡ് ഹൊക്കാഗെ ആണെങ്കിൽ അവിടുത്തെ ഹൊക്കാഗയുടെ ശില്പം നോക്കി ഓടിക്കുക. അപ്പം തന്നെ സെൻസെ അങ്ങോട്ട് കയറി വരാണ്. നിമിഷം പറയണം, നറൂട്ടോ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അവന് തീർച്ചയായിട്ടും ഹൊക്കാഗെ ആകാൻ പറ്റും. ഫോർത്ത് ഹൊക്കാഗെ വലിയവനാക്കി മാറാൻ പറ്റും. അപ്പോൾ തേർഡ് ഹൊക്കാഗെ അവന് ഫോർത്ത് ഹൊക്കാഗെ കട്ടി വലുതാവണമെന്നാണ് അവൻ്റെ അച്ഛൻ്റെ ആഗ്രഹം. അവൻ്റെ അച്ഛൻ്റെ ആഗ്രഹം അത് തന്നെയാണ്, ഒരു ഹൊക്കാഗെക്കാട്ടി വലിയവനാണെന്ന്. അപ്പം തന്നെ അന്ന് നയൻടൈൽ ഇറങ്ങിയപ്പോൾ നമ്മളെല്ലാവരും കാത്തുരക്ഷിച്ച വീരനാണ് അവൻ. ആ നയൻടൈൽസിന് വേണ്ടി സ്വന്തം ജീവൻ വെടിഞ്ഞവരാണ് ആ നറൂട്ടോ. പക്ഷേ അവർക്ക് പൂർവികർക്ക് അതറിഞ്ഞുകൂടാ.
നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ അതിനെപ്പറ്റിയൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവർ ഇത് കളിച്ച് തിരിച്ച് നടക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ സെൻസേ നമ്മുടെ നറൂട്ടോയുടെ അടുത്തിട്ട് വരുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവനതല്ലേ ആ നൈൻറ്റൈൽ ഫോക്സിന് ഇട്ടേക്ക് നിൽക്കുന്നത്. അപ്പോൾ ആ സെൻസേ അങ്ങോട്ട് വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ കുട്ടിക്കുരിപ്പാണെങ്കിൽ മറ്റേ സെക്സി ജിപ്സ് പഠിച്ച് വെച്ചേക്കാണ്. അത് കണ്ടതിന് ശേഷം നമ്മുടെ കോഴിയായിട്ടുള്ള സെൻസേ ആണെങ്കിൽ അയ്യോ പെണ്ണ് അയ്യോ എനിക്ക് നാണാവുന്നെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കൊച്ചുകുരിപ്പിനെ പിടിച്ചങ്ങോട്ട് വെക്കുകയാണ്. അപ്പോൾ തന്നെ നറൂട്ടോ ക്ലോൺ ജിപ്സ് ഉപയോഗിച്ചതിന് ശേഷം കുറേ പെണ്ണുങ്ങളായി മാറും ആണ്. എന്നിട്ട് നമ്മുടെ സെൻസെ പിടിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ഹൊക്കാഗെ ആണെങ്കിൽ അവിടെ നിന്ന് ഗ്ലോബി കണ്ടുകൊണ്ടിരിക്കുക. ഇതാണ് ശേഷം നറൂട്ടോ ഒന്ന് പേടിക്കുവാണ് ഹൊക്കാഗെ. ഇവൻ ഇനി എന്നെ പഠിക്കും, ഇവൻ നിൻ്റെ കൊച്ചുകുരിപ്പ് എന്ന് പറയാണ്. അപ്പം ഞാൻ കൊച്ചുകുരിപ്പ് പറയാമെന്ന്, ഞാൻ വലുതാകുമ്പോൾ ഹൊക്കാഗെ ആയിട്ട് മാറും. ചിലപ്പോൾ എനിക്ക് വലുതാകുമ്പോൾ നിന്നോട് വേണമെങ്കിൽ ഫൈറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മളിനി ശത്രുക്കളാണ് എന്ന് പറയുന്നുണ്ട്. ശരി, നമുക്ക് രണ്ടുപേർക്കും മികച്ച ശത്രുക്കളാവും, വലുതാകുമ്പോൾ നമുക്ക് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നറൂട്ടോ. അതിനുശേഷം പറയാണ്, ശരി നീ അങ്ങോട്ട് പോ, ഞാൻ ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് രണ്ടുപേരും ഇരിക്കുക അങ്ങ് പോവുകയാണ്. അപ്പോൾ രണ്ടുപേരും താറ്റയൊക്കെ കൊടുത്തങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ ഗ്ലോവിക്കടെ തേടുമൊക്കെ കണ്ടിട്ട് ചിരിക്കുകയാണ്. അതിനുശേഷം അടുത്ത ദിവസം നമ്മുടെ നറൂട്ടോ ഉറക്കം എണീക്കുകയാണ്. ഇന്ന് 15-ാം തീയതിയാണ്. അപ്പോൾ ഇപ്പം പറയാനൊക്കൊന്നുമില്ല, നിഞ്ചയായി മാറിയേക്കാണ്, ഒരു നല്ല നിഞ്ചയൊക്കെയായിട്ട് പറയുകയാണ്. അങ്ങനെ അവൻ ഭക്ഷണമൊക്കെ കഴിച്ച് ഹെഡ് ബാൻഡൊക്കെ അവിടെ മാറ്റി വെച്ചതിന് ശേഷം പോകുമ്പോഴാണ് നമ്മുടെ കൊച്ചുകുരിപ്പ് അവിടെ നിന്ന് ഒളിപ്പിച്ച് വന്നതിന് ശേഷം നേരെ വന്ന് ഫൈറ്റ് ചെയ്യാൻ നോക്കുന്നത്. അവിടെ നറൂട്ടോ എടുത്താൽ കളി, നറൂട്ടോ അടിച്ചങ്ങാരെ ഇടും. എന്നിട്ട് അവനോട് കുറച്ച് വർത്താനമൊക്കെ പറയാം ആദ്യം. എന്നിട്ട് പറയും, ഞാൻ ഇപ്പോൾ ലോക്കൽ നിഞ്ചയെന്ന് ഞാൻ വിചാരിച്ചാൽ ഞാൻ ഇപ്പോൾ ഒരു ജുനിയനാന്ന് പറയുന്നുണ്ട്. അതായത് അവിടുത്തെ ഒരു ലോക്കൽ നിഞ്ച അല്ലാത്ത നല്ലൊരു നിഞ്ച. സാക്കുറയെ കാണിക്കുന്നത്. സാക്കുറ അവിടെ നിന്ന് അണിഞ്ഞൊരുങ്ങുകയാണ് കണ്ണാടിയൊക്കെ മുമ്പിൽ നിന്ന്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഈനോ എന്ന് പറയുന്ന അവൻ ഒരു പെണ്ണിനെ കാണും. ഇവളാണെങ്കിൽ സാക്കുറയ്ക്കാണെങ്കിൽ അവളെ കണ്ണെടുത്ത കണ്ടുവിടാം. അങ്ങനെ മുഖ്യ ശത്രു. അങ്ങനെ രണ്ടുപേരും വേണ്ടിയും പറഞ്ഞൊക്കെ പോകുമ്പോൾ പെണ്ണുങ്ങളല്ലേ, അതുകൊണ്ട് രണ്ടുപേരും ആദ്യമൊക്കെ അസൂയയും കുശുമ്പ് കുഞ്ഞാരൊക്കെ പറഞ്ഞു പോവുകയാണ്. അപ്പം നറൂട്ടോ ക്ലാസ്സിൽ വന്ന് ഇന്ന് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. പിന്നെ ഷിക്കമാരു എന്ന് പറയുന്ന ചെറുക്കൻ്റെ അടുത്തൊക്കെ പറയണം, കണ്ടോ ഞാൻ ഇപ്പം ജുനിയനായി, നിങ്ങളെന്താ വിചാരിച്ചാൽ ഞാൻ തോറ്റു പോകുന്ന എല്ലാത്തിനും. അങ്ങനെ സാക്കുറയും ടീനും അവിടെ വരക്കൊക്കെ അടിച്ച് വരുമ്പോൾ നമ്മുടെ സാക്കുറ നറൂട്ടോയെ ഒന്ന് നോക്കും. നറൂട്ടോ വെച്ചേക്കും, ഇവർക്ക് ഇനി എൻ്റെ ഇഷ്ടം മനസ്സിലായി, സെറ്റായി. അങ്ങനെ സാക്കുറ അങ്ങോട്ട് ഓടി ചെയ്യുന്നതാണ്. നറൂട്ടോന്നൊക്കെ ഒന്ന് ആസ്വദിച്ച് അവിടെ ഹായിക്ക് കാണിക്കുമ്പോൾ നറൂട്ടോയെ തെളിക്കളഞ്ഞിട്ട് അവിടെ നിന്ന് സാസ്കെ ഇട്ടാന്ന് വന്നിരിക്കുന്നത്. സാസ്കെ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വരുവാന്ന്. അപ്പം തന്നെ നമ്മുടെ ടീം വന്നിട്ട് അവിടെയാണ്, നിനക്ക് എന്താടി പെണ്ണേ ക്രിക്കാന്നാ, സാസ്കെ നീ എല്ലാത്തിനും ജയിച്ചെന്നൊക്കെ ആണല്ലോ കേട്ടോ. അതിനുശേഷം നമ്മുടെ നറൂട്ടോയ്ക്ക് ഇത് പിടിക്കാതെ അവർ രണ്ടുപേരും കണ്ണും നോക്കി അവിടോട്ട് ഒരു വരക്ക്, അതായത് ഐ ഫൈറ്റ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കുക. അവർ രണ്ടുപേരും നല്ല ദേഷ്യത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് അവർ രണ്ടുപേരും കിസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സാക്കുറയ്ക്ക് ആണെങ്കിൽ ഭ്രാന്ത് പിടിച്ച് അവിടെ എന്തൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം അവർ ബാക്കിൽ പോയി കാണും. അപ്പം തന്നെ അവിടെയുള്ള സെൻസേമാർ ഹൊക്കാഗെയായിട്ട് ചർച്ച നടത്തുകയാണ്. അതിനുശേഷം പറയാൻ പല ടീമായിട്ട് തിരിക്കാൻ വേണ്ടി ഓരോരോ സെൻസാരും അവരുടെ ക്ലാസ് റൂമിലോട്ട് വരുവാണ്. അവിടെ ഞങ്ങളോട്ട് നോക്കുകയാണെങ്കിൽ സാസ്കെ ഇടിച്ച് വരുത്തി ചപ്പാത്തി എത്തുന്നതൊക്കെ അവിടെ ഒരു മൂലയ്ക്ക് പിടിച്ചെടുത്തിട്ടുണ്ട്. സാസ്കയ്ക്ക് ദേഷ്യം വന്നിട്ട് അതിനുശേഷം അവർ വന്നതിന് ശേഷം സാസ്കയുടെ ടീമിലാണ് നമ്മുടെ നറൂട്ടോയെ സാക്കുറയെ ആക്കുന്നിരിക്കുന്നത്. അപ്പം എന്താ ഞാൻ നറൂട്ടോ എനിക്ക് പറയുന്നുണ്ട്, സാസ്കയുടെ ടീമിൽ എനിക്ക് വേണ്ടെന്ന് പറയുന്നുണ്ട്. പറഞ്ഞുകൊണ്ടിട്ട് നിന്നെ അങ്ങനെ മാറ്റാനൊന്നും പറ്റത്തില്ല, മര്യാദയ്ക്ക് അവന്മാരോട് ചേരാ. അതേസമയം നമ്മുടെ ഈനോയ്ക്കാണെങ്കിൽ അവന്മാരോട് സാസ്കയുടെ ടീമിൽ ചേരാത്തതിൻ്റെ വിഷമത്തിൽ അവിടെ കിടന്ന് ഇരിക്കുകയാണ്. അതുതന്നെ സാസ്കെ നമ്മുടെ നറൂട്ടോ ഒരു ബിൽഡിങ്ങിൻ്റെ വണ്ടി ഇരിക്കുമ്പോഴാണ് സാസ്കെ ഒരു റൂമിൽ നിന്ന് ആഹാരം കഴിക്കുന്നതൊക്കെ കാണുന്നത്. അപ്പോൾ അപ്പോഴത്ത് നമ്മുടെ ഈനോ തൻ്റെ ടീമിലുള്ളവരെ ഭയങ്കരമായിട്ട് വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ വീരത പറഞ്ഞ്. അപ്പം ഞാൻ നറൂട്ടോ അവനുള്ള ജനലിൽ കൂടെ കയറി അങ്ങ് പോയതിനു ശേഷം സാസ്കെ പിടിച്ചകത്തിട്ടാണ്. അപ്പോൾ ഈനോ ഒക്കെയാണ് ഇവന്മാരെന്താ അവിടെ ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് നേരം കഴിയുമ്പോൾ സാസ്കെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. അതിനുശേഷം സാസ്കെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അവിടെ സാക്കുറയുടെ അടുത്തോട്ടാണ് അവൻ നേരെ ചെയ്യുന്നത്. സാക്കുറയാണെങ്കിൽ വിഷമത്തിയിരിക്കുകയാണ്. സാസ്കെ എൻ്റെ കൂടെ ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്ന്. അപ്പോൾ തേടി വള്ളി കാലി ചുറ്റാണ് സാസ്കെ അവിടെ വന്നിരിക്കുകയാണ്. അതിനുശേഷം സാസ്കെയും സാക്കുറയായിട്ട് പറയാണ്, നറൂട്ടോയെ പറ്റി നിനക്ക് എന്താ അഭിപ്രായം? നറൂട്ടോ ഒരു പൊട്ട് ഇറക്കൻ, അവനാണെങ്കിൽ ഒരു ഇതുമില്ല എന്ന് പറഞ്ഞോട്ട് അങ്ങ് തുടങ്ങുമ്പോഴത്തേക്കും സാസ്കയ്ക്കാണെങ്കിൽ വയറ്റിളക്കം വരും. അപ്പം അവൻ ബാത്റൂമിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന നറൂട്ടോയാണ്. അപ്പോൾ അങ്ങോട്ട് ഒറിജിനൽ സാസ്കെ വരും. സാസ്കെ എന്ന് ചോദിക്കും, നറൂട്ടോ നീ കണ്ടോ? നറൂട്ടോ ഞാൻ കണ്ടിട്ടില്ല, നീ ഇപ്പഴല്ലേ നറൂട്ടോയെ പറ്റി ചോദിച്ചത്. ഞാനും എപ്പം? നറൂട്ടോ ഒരു അനാഥനല്ലേ, അവനത്രയ്ക്കും അവനെ നോക്കാൻ ആരുമില്ല, ഒറ്റയ്ക്കാണ് അവൻ. ഇത് കേട്ടാൽ നമ്മുടെ സാസ്കയുടെ ഉള്ളിൽ എന്തൊക്കെ പോലെ തോന്നുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ നറൂട്ടോ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ഓടി വരുമ്പോഴാണ് സാസ്കെ മുമ്പ് ഇരിക്കുന്നത്. അപ്പം തന്നെ നമ്മുടെ ചെറുക്കനാണെങ്കിൽ ക്ലോൺ ചിപ്സ് ഉപയോഗിച്ച് അവനെ ഇടിക്കാൻ നോക്കുമ്പോഴാണ് ക്ലോൺസിനെ ഒരുമിച്ച് വയറ്റി അസുഖം വരുന്നത്. എന്നുവെച്ചാൽ എല്ലാവരും കൂടെ ഒറ്റ ബാത്റൂമിൽ കയറാൻ വേണ്ടിയുള്ള ഇതിനകത്തേക്കാണ്.
അതിനുശേഷം അവരെല്ലാം നറൂട്ടോയാണെങ്കിൽ വേറെ ഉള്ളൊക്കെ ആണെങ്കിൽ സാക്കുറയുടെ അടുത്ത് വരുന്നുണ്ട്. സാക്കുറയെ കണ്ട് സാക്കുറ ഒന്ന് പിടിക്കാൻ വേണ്ടി നറുക്കിയതും അവന് വയറിളക്കം വന്ന് വീണ്ടും പോകാം. ഇത് കേട്ട് സാക്കുറയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പം തന്നെ നറൂട്ടോ വീണ്ടും മാത്രം വരികയാണ്. ഇതോടെ ഈ ഒരു എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നു. 2 എപ്പിസോഡുകളും അവസാനിച്ചിരിക്കുന്നു. സാസ്കെ ഈ അതൊന്നും നിങ്ങളൊന്ന് തിരഞ്ഞെടുത്ത് കാണാൻ നോക്കുക, അല്ലെങ്കിൽ ഞാൻ അടുത്ത എപ്പിസോഡ് ചെയ്തിട്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കുക.